ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവിയിലേക്ക് വലിയ വളർച്ചാ സാധ്യതയുള്ളതും ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ വക്കിലെത്തി നിൽക്കുന്നതുമായിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ വിശദമായിട്ടുള്ള വിവരത്തിലേക്ക് കടക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകും. കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ONGC എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസുകളൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഭാവിയിലേക്ക് വലിയൊരു വളർച്ചാ സാധ്യതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ അന്തരീക്ഷമൊക്കെ ചൂടാകുന്നു, ഭൂമി ചൂടാകുന്നു. അപ്പോൾ എന്ത് വന്നാലും നമുക്ക് തന്നെ നാച്ചുറൽ ഗ്യാസിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യമാണ്. അതിലേക്ക് എന്ത് വന്നാലും അതൊരു നിർബന്ധിതമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഇതുകൂടി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കമ്പനിക്ക് വലിയ വളർച്ചാ സാധ്യത ആ കൂട്ടത്തിലുണ്ട്. കാരണം നാച്ചുറൽ ഗ്യാസുകളൊക്കെ ഇവർക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈറ്റുകളും കാര്യങ്ങളൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് 15 കൺട്രീസിലോളം അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇത്. പിന്നെ നമുക്ക് അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നുണ്ട് എത്രയാ, ONGC ഈസ് ദ ലാർജസ്റ്റ് ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഭാവിയിലേക്ക് വലിയൊരു വളർച്ചാ സാധ്യതയുള്ളൊരു മേഖല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയൊക്കെ വലിയൊരു ചൂട് കൂടിക്കൊണ്ട് തന്നെ അന്തരീക്ഷമൊക്കെ ഭയങ്കര ചൂട് കൂടുന്നു. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തള്ളുന്ന അതുപോലെയുള്ള ഭൂമിക്ക് ദോഷകരമായിട്ടുള്ള ഇതിനെ കുറച്ചിട്ട് നാച്ചുറലായിട്ടുള്ള ഗ്യാസുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതായിരിക്കും വേൾഡിൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വലിയ വളർച്ച സാധ്യതയുള്ളൊരു പ്ലെയറാണിവൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ടിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ നോക്കാം. 3,56,965 ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 254, 52 വീക്ക് ഹൈയുടെ അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 52 വീക്ക് ഹൈ എന്ന് തന്നെ പറയാം. 285 52 വീക്ക് ഹൈ. 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 146. സ്റ്റോക്കിൻ്റെ പി എന്ന് പറഞ്ഞാൽ 7.78. ബുക്ക് വാല്യൂ 246 ഉണ്ട്. ഡിവിഡൻഡ് നൽകുന്നതാണ്. ROC എന്ന് പറഞ്ഞാൽ 13.9, ROE എന്ന് പറഞ്ഞാൽ 14.1, ഫേസ് വാല്യൂ 5. അപ്പോൾ മാക്സിമം ചാർട്ട് പാറ്റേണൊക്കെ നോക്കി ഇപ്പോൾ ഒരു കൺസോൾട്ടേഷനായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തെ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് ഒന്ന് നോക്കാം. ഇപ്പോൾ 2012 മാർച്ചിൽ 1,40,147 കോടിയുടെ ആയിരുന്നു. അതിപ്പോൾ എത്രയായി? 6,32,291. ട്രേഡിംഗ് ടിൽ മന്ത് 6,40,000 മുകളിലാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലോ 2012 മാർച്ചിൽ 45,350 ആണെങ്കിൽ ഇപ്പം 75,527. ട്രേഡിംഗ് ടിൽ മന്ത് 97,860. ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12%-നും 32%. 32% ആദ്യകാലത്തായിരുന്നു. ഇപ്പോൾ ഒരു 12-നും 18-നും ഇടയിൽ നിന്ന് നമുക്ക് കണക്കൂട്ടാം. കാരണം 2018 മാർച്ചിന് ശേഷം 18-ന് മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നമുക്കൊരു 18% മാക്സിമം കണക്കൂട്ടാം. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ 28,428 നിന്ന് ഇപ്പോൾ 32,778. ട്രേഡിംഗ് ടിൽ മന്ത് 50,386 കാണുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് റിസർവ് നോക്കിക്കഴിയുമ്പോൾ 2012 മാർച്ചിൽ 1,32,161 നിന്ന് ഇപ്പോൾ 3,03,337 കാണുന്നത്. അപ്പം കടമാണെങ്കിലോ 15,973 നിന്ന് 1,43,496 കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ള ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ.
പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 60.41. അപ്പോൾ അവിടെ നിന്ന് നോക്കി ചെറുതായിട്ട് കുറച്ചിട്ട് 58.89 കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് തന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഇവിടെ DIS ഒക്കെ നോക്കി, DIS അല്ല, ഇതിൻ്റെ അകത്ത് താഴെ നോക്കി ഗവൺമെൻറ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ ONGC എന്നും പറഞ്ഞിട്ടുണ്ട്, ഗെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ DISൻ്റെ അകത്ത് നിന്ന് LIC ഒക്കെ വലിയൊരു 10% അടുത്തൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ നല്ലൊരു ഒരു ഒരു ഇതുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ മേജർ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. പബ്ലിക്കിൻ്റെ കയ്യിലാണെങ്കിൽ വെറും 2.89% ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് FISൻ്റെ പൊസിഷനാണെങ്കിൽ തന്നെ ഒരു 9%-ൻ്റെ മുകളിലുണ്ട്. DISനാണെങ്കിൽ 18%-ന് മുകളിൽ. അപ്പോൾ FISനും DISനും ഒക്കെ നല്ല താല്പര്യമുള്ളൊരു കമ്പനിയാണ്. പബ്ലിക്കിനാണെങ്കിൽ വലിയ താല്പര്യം ഇല്ലാത്തൊരു കമ്പനിയാണ്. അപ്പോൾ ഇവിടെ 14 നിന്ന് കുറഞ്ഞു വരുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നെ ഒരു കാര്യം പറയാനുള്ള എന്നാ വെച്ചാൽ ഈ ONGCയും ഗെയിലൊക്കെ ആദ്യം 2022 ജൂൺ വരെ ഈ ഒരു താഴെ പബ്ലിക്കിലായിരുന്നു വന്നിരുന്നത്. അതിപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞ മുകളിലേക്കും ഒരു സെപ്പറേറ്റ് ഇത് വന്നിട്ട് അങ്ങോട്ട് മാറ്റിയത് കൊണ്ടാട്ടോ അതും ഒരു കുറവ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിലാണ് ഈ ഒരു ഇതിൻ്റെ അകത്തെ ഷെയർ ഹോൾഡിങ് കുറവുള്ളത് തന്നെ. പിന്നെ നമുക്ക് നോക്കാനുള്ള തന്നെ ഇതിൻ്റെ അകത്തെ ഷെയർ മറ്റേ ചാർട്ടിൻ്റെ പാറ്റേൺ. ഇത് മന്ത്ലി ചാർട്ടാണോ. ആദ്യകാലം മുതലുള്ളൊരു ചാർട്ട് നോക്കിയപ്പോൾ വലിയൊരു കയറ്റം കയറി, അവിടുന്ന് തന്നെ വലിയൊരു കറക്ഷൻ വന്നു. 2020 ക്രാഷിൽ വന്നു നിന്നത് എത്ര 50 രൂപയുടെ അടുത്താണ് വന്നത്. അവിടുന്ന് പിന്നെ വലിയൊരു കയറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കയറ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു വലിയ റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ 283 രൂപയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ 314 റേഞ്ചാണ് വന്നേക്കുന്നത്. അതെന്നാ വന്നേക്കുന്നതെന്ന് വെച്ചാൽ 2014. അപ്പോൾ 2014 ശേഷം 314 മുകളിലേക്ക് ആ ഏരിയയിലേക്ക് വന്നത് ഇപ്പം ഇത്രയും കൊല്ലത്തിന് ശേഷമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് 283 മറികടന്ന് 286-നും 314-നും മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഷെയറിൻ്റെ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. 315-ന് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കൊല്ലത്തിന് ശേഷമാണ് ബ്രേക്ക് ഔട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുമ്പോഴത്തേനും ഒരു വലിയൊരു ഒരു ബയേഴ്സൊക്കെ വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നേരെ ഇരട്ടി രൂപയിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ അത് 650 രൂപയുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റാണെങ്കിൽ ഓൾ ടൈം ഹൈ എത്തി നിൽക്കുന്നു, തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു ചൂടിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് തന്നെ വേണം ഇവിടെ റെസിസ്റ്റൻസ് ആദ്യകാലത്ത് അനുഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുവാണെങ്കിൽ ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിലോ ഈ 226, 220, 204 ഏരിയ ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ്. അപ്പോൾ ഇത് പൊട്ടിയില്ലെങ്കിൽ തീരുമാനിച്ചോണം ഇത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ പോണ ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, ഒരു ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ വലിയൊരു റാലിക്കുള്ള തുടക്കമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. വലിയൊരു നേട്ടം ഇവിടുന്ന്, പ്രത്യേകിച്ച് ഇതൊരു നാച്ചുറൽ ഗ്യാസൊക്കെ ഉള്ളൊരു ഇതാണ്. പിന്നെ ഭാവിയിലേക്ക് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു വലിയ ഒരു വിപണിയാണ് കാത്തിരിക്കുന്നത് നമ്മളെ. അപ്പോൾ ഇതിനൊരു വലിയൊരു വളർച്ച സാധ്യതയുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഇതൊരു ബ്രേക്ക് ഔട്ടിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒന്നെങ്കിൽ എന്നായെന്ന് വെച്ച് കഴിഞ്ഞാൽ 315-ന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ വാങ്ങിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വാങ്ങിക്കുക. അല്ലെങ്കിൽ എന്നാ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 204-നും 226-ലും സപ്പോർട്ട് എടുത്തിട്ട് തിരിയുന്ന സമയത്ത് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നാ ചെയ്യണം, ഇതൊക്കെ നമുക്ക് ഈ ഒരു വളർച്ചയിലൊക്കെ കൂടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, കമ്പനീനെക്കുറിച്ചും ഭാവിയിലുള്ള അതിൻ്റെ വളരാനുള്ള സാധ്യതയും ഈ ഒരു മേഖലകളിലേക്കൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് പഠിക്കണം. അതിന് കമ്പനീനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയും അത് മറ്റുള്ളവർ പഠിച്ചിട്ട് കാര്യമില്ല, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടും കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലൊരു
വിശ്വാസം വരണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് പരിഗണിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് തന്നെ അത് ഹോൾഡ് ചെയ്യാനും ഒരു കരുത്ത് കിട്ടും. പിന്നെ എല്ലാ റിസൾട്ടുകളും അതിൻ്റെ ഒരു വളർച്ചാ സാധ്യതയും നമ്മൾ നോക്കണം. ഇത് പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പൊക്കെ വലിയൊരു നിർണായകമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ മാറുന്നതിനനുസരിച്ച് അവിടുത്തെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തും ആ ഒരു വേരിയേഷൻ കാണാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതും പ്രതീക്ഷിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ വക്കിലെത്തി നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാലാണ് നിങ്ങൾ അത് മുൻകൂട്ടി കണ്ട് അത് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്കിത് ബ്രേക്ക് ഔട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം. അപ്പം നിങ്ങളെല്ലാം ഈ സ്റ്റോക്ക് പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനൊന്നും അല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതിന് നന്ദി, നമസ്കാരം, താങ്ക് യു.